കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത ബലപ്പെടുകയാണ്. തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന മുറിയിൽ വെടിമരുന്ന് സാന്നിധ്യം സംശയിച്ച് പോലീസ്. ഫോറൻസിക് പരിശോധനാ ഫലം കേസിൽ നിർണായകമാകും. തീപിടുത്തത്തിൽ തൊണ്ടി മുതലും ഫയലുകളും അടക്കം കത്തി നശിച്ചിരുന്നു. വെടിമരുന്ന് പോലുള്ള വസ്തു മുറിയിൽ നിന്ന് കണ്ടെടുത്തു. ഇതാണ് അട്ടിമറി സാധ്യത ശക്തമാക്കുന്നത്. എന്നാൽ ഫയർഫോഴ്സ് എത്തും വരെ തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന മുറി തുറന്നിരുന്നില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മുറി തുറന്ന് അകത്ത് കടന്നത്. വെടിമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അകത്തെത്തിച്ചു എന്നതാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഇതിന് സാങ്കേതിക വിദ്യയുടെ സഹായം തേടിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു പോക്സോ കോടതി പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. 9 മണിയോടുകൂടി പുക പോകുന്നത് കണ്ടു. അങ്ങനെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ പുക പോകുന്നുണ്ട്. വന്ന് നോക്കിയപ്പോൾ ഇവിടെയാണ് പുക. അങ്ങനെ ഫയർഫോഴ്സിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് വന്നിട്ട് അവർ ഷട്ടറിൻ്റെ ലോക്ക് കട്ട് ചെയ്ത് ഷട്ടർ പോക്കി അകത്ത് കയറി ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അണയ്ക്കുകയായിരുന്നു. അത് പുക പുറത്തു പോകുന്നതിലേക്ക് വേണ്ടി ഈ ടഫൻ ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് പരിശോധന നടത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിച്ചു. കാട്ടാക്കട പോക്സോ കോടതിയിലെ ഫയൽ ആൻഡ് തൊണ്ടി റൂമിലെ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലം ഇന്ന് രാത്രിയോട് തന്നെ പോലീസ് ഗാർഡിലായിരുന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും ഫോൾ പ്ലേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ അകത്ത് മാത്രമേ കത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. കുറച്ച് ഫയലുകൾ കത്തിയിട്ടുണ്ട്. കുറച്ച് തൊണ്ടികൾ മുതലുകളും കത്തിയതായിട്ട് കാണുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്നും പരിശോധിക്കുന്നുണ്ട്. തൊണ്ടി മുതലായി സൂക്ഷിച്ചിട്ടുള്ള മൊബൈൽ ഫോണുകൾ അടക്കം കത്തി നശിച്ചു. മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം എന്ന സംശയവും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.